നമസ്കാരം സുഹൃത്തുക്കളെ. We will show you. What do you think? Nonsense. We have shown our identity. Who is he? വി വിൽ ഷോ യു. ഈ ലുട്ടാപ്പി റഹീമൊക്കെ ആയിരുന്നെങ്കിൽ ക്യാനിയും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ചേർത്തേനെ. ഇതിപ്പോൾ CPM-ൻ്റെ അഥവാ ചെറിയ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ആ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായ MA ബേബി അഥവാ സ്വരലയ ബേബി ഡൽഹി പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. വി വിൽ ഷോ യു എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം. സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഈ ഭരണകൂടത്തിനെതിരെ അഥവാ സർക്കാരിനെതിരെയുള്ള സമരമാണ് എന്ന് പറഞ്ഞ് കുറേ ദിവസമായിട്ട് CJP ജന്തർ മന്ദിറിൽ ഒരു സമരം നടത്തുന്നുണ്ട്. അത് പൊടുന്നനെ കഴിഞ്ഞ ദിവസം രാജ്യത്തിനെതിരെയുള്ള സമരമായി. പലപ്പോഴും സമരക്കാർക്ക് പാളിച്ച പറ്റുന്ന ഒരു സ്ഥലം അതാണ്. അതായത് സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ എതിരായിട്ട് ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് പ്രതിഷേധിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയായ VD സതീശനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനുമെതിരെ നമ്മളൊരു സമരം നടത്തുകയാണ് എന്ന് വെക്കുക. അപ്പോൾ ആ സമരം എങ്ങനെയാണ് വിജയിപ്പിക്കും ചോദിച്ചാൽ 4-5 പേരുമായിട്ട് സമരം നടത്തിയാൽ അത് സമരം വിജയിക്കില്ല. അപ്പോൾ അത് വലിയ ജനപങ്കാളിത്തം കാണിക്കണം. ജനങ്ങൾ സർക്കാരിൻ്റെ നയത്തിനെതിരെയാണ് എന്ന് കാണുന്നവർക്ക് തോന്നണം. അതിന് വലിയ മാധ്യമ കവറേജ് കിട്ടണം. ഒരുപാട് ആളുകൾ അതിനെപ്പറ്റി സംസാരിക്കണം. സർക്കാർ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ, അതിനൊരു സംസാരം ജനങ്ങളുടെ ഇടയിലേക്ക് വരണം. അത് അവരറിയണം. അങ്ങനെയാണ് അവർ ഒരുപക്ഷെ ഈ സമരക്കാരുടെ ആവശ്യങ്ങളോട് യോജിക്കുകയും സമരങ്ങൾ വിജയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ മറുവശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെങ്ങനെയാണ് ഇത് പാളുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് പേരുമായിട്ട് തുടങ്ങി കുറേ ദിവസം കഴിഞ്ഞിട്ടും അതിന് ചില പ്രത്യേക സ്ഥലങ്ങളിലെ മാധ്യമങ്ങളുടെ മാത്രം പിന്തുണയും ചില പ്രത്യേക ആളുകളുടെ മാത്രം പിന്തുണയുമായിട്ട് നിൽക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു മടുപ്പും ഒരു ദേഷ്യവും മറ്റുമൊക്കെ തോന്നിക്കഴിയുമ്പോൾ ഇവർ ഈ സമരത്തിൻ്റെ രീതി ഒന്ന് മാറ്റിപ്പിടിക്കും. അപ്പോൾ സർക്കാരിനെതിരെയുള്ള സമരമാണ് എന്ന തരത്തിൽ പ്രശ്നമില്ലാതെ അവർ നടത്തിക്കോട്ടെ എന്ന തരത്തിൽ സർക്കാരും ഒന്ന് കണ്ണടച്ചു കൊടുക്കും. പക്ഷേ അത് പൊടുന്നനെ രാജ്യത്തിനെതിരെയായിട്ട് മാറുന്നു. ഉദാഹരണത്തിന് ഇവിടെ തന്നെ നടത്തിക്കൊടുന്ന സമരം അതൊരു ദിവസം നേരെ സെക്രട്ടേറിയറ്റ് നേരെ കല്ലെറിയുന്നു, നിയമസഭയ്ക്ക് നേരെ കല്ലെറിയുന്നു, KSRTC ബസ്സുകൾ തല്ലി തകർക്കുന്നു, കത്തിക്കുന്നു, പോലീസിൻ്റെ വാഹനമൊക്കെ തല്ലിപ്പൊളിക്കുന്നു. ഈ രീതിയിലേക്ക് വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ സർക്കാരിനെതിരെയല്ല, അത് യഥാർത്ഥത്തിൽ രാജ്യത്തിനെതിരെ നടത്തുന്ന ഒരു സമരമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്രയും ദിവസം ഇങ്ങനെ പതുങ്ങി നിന്നവരുടെ യഥാർത്ഥത്തിലുള്ള ഉള്ളിരിപ്പ് എന്താണെന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും. സർക്കാരിന് പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. സർക്കാരിന് പിന്നെ പോലീസ് സംവിധാനങ്ങൾ വെച്ച് ഇവരെ അടിച്ചമർത്താൻ പറ്റും. അപ്പോൾ അവർക്ക് പറയാനുള്ള ന്യായമുണ്ട്. കണ്ടോ, ഇത്രയും ദിവസം ഞങ്ങൾ അവർക്ക് സമരം ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തു, അവർ സമരം ചെയ്തുകൊണ്ടിരുന്നു. ഉടനെ അവർ വന്നിട്ട് ഇതാ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയാണ്, സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ പൊതു സ്വത്താണ് അവർ നശിപ്പിക്കുന്നത്. അപ്പോൾ ഭരിക്കുന്ന ഞങ്ങൾക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല, ഞങ്ങൾ പോലീസിന് ഉത്തരവ് കൊടുത്തു, അങ്ങനെയാണ് ചെയ്തതെന്ന് പറയും. അപ്പം ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അവർ പറയും ശരിയാണ്. ഇതിൻ്റെ വലിയ ഒരു രീതിയിലുള്ള വലിയ ക്യാൻവാസിലുള്ള ഒരു പരിപാടിയാണ് ഡൽഹി ജന്തർ മന്ദിറിൽ കഴിഞ്ഞ ദിവസം നടന്നത്. എന്താ അവർ ചെയ്തത്? അവർ പോലീസിനെതിരെ കല്ലെറിഞ്ഞു. ഒക്കെ സ്വാഭാവികമായിട്ടും കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവർ മടുത്ത് കാണും. വല്ലാത്ത ഒരു മടുപ്പും ചെടുപ്പും ഒക്കെ കൊണ്ടിട്ട് അക്രമ മാർഗം സ്വീകരിച്ചതാവാം. പോലീസിനെതിരെ കല്ലെറിയുന്നതും അവരുടെ ബാരിക്കേഡ് തകർക്കുന്നതും മനസ്സിലാക്കാം. അവിടെ നിന്ന് കടന്നിട്ട് അവർ വിളിച്ചു പറയുന്നു, പാർലമെൻറ്റ് ഞങ്ങൾ തകർക്കും, നേപ്പാളിൽ ചെയ്ത പോലെ ചെയ്യും. പിന്നീട് നമ്മുടെ അഭിമാനമായ ഹൈഡ്രജൻ ട്രെയിനിന് നേരെ കല്ലെറിയുന്നു. ഓർത്ത് നോക്കിയും, ലോകത്ത് തന്നെ 5-6 രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ഹൈഡ്രജൻ ട്രെയിൻ. അതിവിടെ ഓടാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അതിന് നേരെ കല്ലെറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് നീക്കാൻ അനുവദിക്കരുത്. ഭരിക്കുന്നത് ആരാണെങ്കിലും, അവിടെ BJP ആണോ കോൺഗ്രസ് ആണോ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ആണോ എന്നല്ലല്ല, അവർ കൃത്യമായിട്ടും രാജ്യത്തിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. അവരുടെ ആവശ്യങ്ങൾ മാറി, അവരുടെ സമരത്തിൻ്റെ ഫോക്കസ് മാറി. ഇപ്പോൾ പല ആവശ്യങ്ങളാണ്. കാശ്മീരിലെ ആർട്ടിക്കിൾ 370 എടുത്തു കളയണം, ലഡാക്കിന് സംസ്ഥാന പദവി കൊടുക്കണം, അങ്ങനെ പല ആവശ്യങ്ങളുമായിട്ട് ഇപ്പോൾ വരുന്നു. അവരുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യം നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും പിന്നെ അത്തരം ചില കാര്യങ്ങളായിരുന്നു. അത് മാത്രമായിരുന്നു അവരുടെ തുടക്കത്തിലുള്ള. ഇപ്പോൾ ആവശ്യങ്ങൾ അവർക്ക് കൂടി. ഈ അഭിഷേക് ദീപ്കെ എന്ന് പറഞ്ഞ അവൻ തന്നെ ഇപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവനാണ് ഈ രാജ്യത്തെ നിയന്ത്രിക്കാനുള്ള ശക്തി കൈവരിച്ചിരിക്കുന്ന ആളെന്നൊരു തെറ്റിദ്ധാരണയിൽ ആ ചെറുക്കൻ നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കൂട്ടമൊന്നും ഒരുപക്ഷെ അവൻ കണ്ടിട്ടില്ല. ഇതൊന്നും വലിയ ആൾക്കൂട്ടമേ അല്ല യഥാർത്ഥത്തിൽ. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഈ കാണുന്ന 300, 400 അല്ലെങ്കിൽ 1000 പേരോ അതൊരു ആൾക്കൂട്ടമേ അല്ല. നമ്മുടെ ഇവിടെ കോഴിക്കോട് കടപ്പുറത്ത് പോലും ഈ വാരാന്ത്യങ്ങളിലൊക്കെ ഇതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ വരാറുണ്ട്. പക്ഷേ അയാൾ പറയുന്ന ചില കാര്യങ്ങൾ നോക്കുക. അയാൾ ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ, അതായത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നായിരുന്നു.
അത് സംഭവിച്ചില്ലെങ്കിൽ ഇനി ഞങ്ങൾ നരേന്ദ്രമോദി രാജിവെക്കണം എന്നാവശ്യപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ്റെ വിചാരം എന്താണ്? നരേന്ദ്രമോദി രാജിവെക്കണം എന്ന് അവനങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങ് രാജിവെക്കുമെന്നാണ് അവൻ്റെ വിചാരം. അങ്ങനെ എന്തോ ഒരു മായാ ലോകത്തിൽ നിൽക്കുകയാണ് ആ ചെറുക്കൻ. ഇവിടെ 2014 മുതൽ മുള്ളുപൊരിക്ക് മൂർക്കം പാമ്പ് കാഞ്ഞിരക്കുറ്റി സകല എണ്ണവും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നരേന്ദ്രമോദി രാജിവെക്കൂ രാജിവെക്കൂ രാജിവെക്കൂ. എത്ര പേരെ മാധ്യമങ്ങൾ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടന്നു. ഇതാ ഇന്ത്യൻ ചെഗുവേര ഇതാ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി മോദിക്ക് ഉറക്കമില്ലാത്ത നാളുകൾ എന്നായിരുന്നു കനയ്യകുമാറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനോരമ അടക്കമുള്ള വാർത്തകളൊക്കെ. പിന്നീട് ആ കനയ്യകുമാർ തന്നെ ഒരു BJP നേതാവിനോട് 4 ലക്ഷം വോട്ടിനാണ് തോറ്റത്. ഇത് തന്നെയാണ് ഇവരുടെയും അവസ്ഥ. പക്ഷേ ഇങ്ങനെ കുറച്ച് ആളുകൾ ചുറ്റും കൂടി നിൽക്കുമ്പോൾ 24 മണിക്കൂർ മലയാള മാപ്രകൾ ചുറ്റും മൈക്കും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിന് അകത്ത് നിൽക്കുന്ന ആ ചെറുക്കൻ്റെ വിചാരം കിണറ്റിലെ തവളയുടെ എന്താണോ ചിന്താഗതി അത് തന്നെയാണ്. അപ്പോൾ അയാൾ പറയുന്നതെല്ലാം നടക്കും എന്ന തരത്തിലേക്കാണ്. ഞാൻ ഇന്ന് വരെ ആവശ്യപ്പെട്ടത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ്. അത് രാജിവെപ്പിച്ചില്ലെങ്കിൽ ഞാൻ നാളെ മോദി രാജിവെക്കണം എന്ന് പറയുമ്പോൾ ഇയാൾ പറഞ്ഞ ഉടനെ അങ്ങ് മോദി രാജിവെക്കാൻ പോവുകയാണ്. മാത്രമല്ല അവരുടെ സമാധാനപരമായിട്ട് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന ആ സമരത്തിനിടയിലേക്ക് പലരും വന്ന് കയറിയപ്പോൾ അതിൻ്റെ കോലം മാറി, രൂപം മാറി. ഇപ്പോൾ ഏത് തരത്തിലേക്ക് പോയിരിക്കുന്നു നോക്കുക. ഇനി സർക്കാരിന് എളുപ്പമായി കാര്യങ്ങൾ. കാരണം സർക്കാരും ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ഇവന്മാരുടെ ഉദ്ദേശം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവണം. ജനങ്ങൾക്ക് ഇവരുടെ ഉദ്ദേശം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. പിന്നെ പോലീസിനെ വിട്ട് അടിച്ചൊതുക്കാം. ഇനി പോലീസിനെ കൊണ്ട് നിൽക്കാത്ത കാര്യമാണെങ്കിൽ കേന്ദ്രസേനയെ ഇറക്കി അടിച്ചൊതുക്കുകയും ചെയ്യും. ഇനി യാതൊരു മയവും കാണില്ല ഇവർക്ക്. ഈ തല്ലി കിട്ടി പരിചയമുള്ള ആളുകളെ അല്ല അവിടെ നിൽക്കുന്ന കുറച്ച് പേർ, ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടായിരിക്കും. കാരണം ഇപ്പം സ്വരലയ ബേബിയൊക്കെ എന്തിനാണ് അവിടെ ചെന്നത്? ഏതാണ്ട് 40ഓളം ഈ DYFIക്കാരെ പിടിച്ചകത്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൽ കുറേ പേര് മലയാളികളാണ്. ഇവൻ്റെയൊക്കെ തലയ്ക്ക് ഓളമാണ് എന്നേ പറയാനുള്ളൂ. ഇവിടെ ED ആക്രമിച്ച കേസിൽ അകത്ത് കിടക്കുന്ന 50 ദിവസമായിട്ട് വെളിയിൽ വന്നിട്ടില്ല. എന്നിട്ടും പാഠം പഠിച്ചിട്ടില്ല. അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളും അല്ല. അതിനാൽ ഒരു അഭ്യാസവും അവിടെ നടക്കില്ല. മാത്രമല്ല ഈ CPI എന്ന പാർട്ടിക്കൊന്നും ഡൽഹിയിൽ യാതൊരു വിലയുമില്ല. അവരുടെ പ്രസ്താവനകളൊന്നും അവരാരും മുഖവിലയ്ക്ക് എടുക്കാറ് പോലുമില്ല. ഇവരുടെയൊക്കെ മുന്നിൽ ക്യാമറയും മൈക്കുമായിട്ട് നിൽക്കുന്നത് ഒരൊറ്റ ദേശീയ മാധ്യമങ്ങൾ പോലുമില്ല, മലയാള മാപ്രകളല്ലാതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അവിടെ ചെന്നിട്ട് പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണ്, വി വിൽ ഷോ യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് മലയാള മാപ്രകൾ നമ്മളെ കാണിച്ചിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ പേജുകളിൽ കുറച്ച് BGM ഇട്ടിട്ട് തള്ളി മറിക്കാം എന്നല്ലാതെ അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പാടില്ല. ഇവറ്റുകൾ എന്ന് അതിനകത്തോട്ട് കയറിയോ അപ്പോൾ മുതൽ ആ സമരം പരാജയപ്പെട്ടു തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസത്തെ അക്രമ സംഭവങ്ങൾ കൂടിയായപ്പോൾ അവരെ ഇനി നോക്കിക്കോളൂ, ദിവസങ്ങൾക്കുള്ളിൽ വാരിക്കെട്ടും, ഒരു സംശയം വേണ്ട. കാരണം ഭരണത്തിനെതിരെയുള്ള ആ ഒരു പ്രതിഷേധം രൂപം മാറി രാജ്യത്തിനെതിരെയായി തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സമരത്തിന് അധിക കാലം പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. കാരണം കുറച്ചെങ്കിലും ജനങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നത് കൂടി നഷ്ടപ്പെടുത്തുന്ന പരിപാടിയാണ് കഴിഞ്ഞ ദിവസം അവർ ചെയ്തു വെച്ചത്. അതിൻ്റെ കൂടെ ഈ വേലയും കൂലിയും ഇല്ലാതെ യാതൊരു ഗുണവുമില്ലാതെ മണ്ണിനും മനുഷ്യനും വീടിനും പോലും ഗുണമില്ലാതെ നടക്കുന്ന MA ബേബിയെ പോലുള്ളവർ കൂടി അതിനകത്തോട്ട് കൂടുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം പോലില്ല.